വിദ്യാർത്ഥി മരിച്ചതിൽ പ്രതി വിനീഷ് മാത്രമാണ് എന്നത് പോലീസ് വ്യക്തമാക്കുന്നു. വിനീഷാണ് വൈദ്യുതി ലൈനിൽ നിന്ന് കമ്പി വലിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. പറമ്പിലെത്തുന്ന പന്നികളെ വേട്ടയാടുകയായിരുന്നു ലക്ഷ്യം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത കൈവരികയാണോ? ഒരാൾ മാത്രമാണ് പ്രതി എന്ന് പറയുമ്പോൾ ഇയാൾ ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണോ എന്നതിലൊക്കെ പോലീസിന് സംശയമുണ്ടോ? അനുജ, ഇയാൾ സ്ഥിരമായി ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മറ്റു കേസുകളൊന്നുമില്ല. സമാനമായ രീതിയിൽ പോലീസിനോട് കുറ്റസമ്മതം ഈ പ്രതി വിനീഷ് നടത്തിയിട്ടുണ്ട്. വൈദ്യുതി ലൈനിൽ നിന്ന് ഈ തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക്, അത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്, അല്ലാതെ വിനീഷിൻ്റെയോ അച്ഛൻ വിജയൻ എന്നാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെയോ ഒന്നും തന്നെ പറമ്പ് ഒന്നുമല്ല, മറ്റൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ആ പ്രദേശത്ത് വനഭൂമിയും അതുപോലെ തന്നെ സ്വകാര്യ ഭൂമിയും റവന്യൂ ഭൂമിയും ഒക്കെ ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ മേഖലയിൽ നിന്ന് വരുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ഈ ലൈൻ വലിച്ചത് എന്ന് പോലീസിന് വ്യക്തമായ രീതിയിലുള്ള സൂചന ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി വിനീഷിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ സുഹൃത്തായ കുഞ്ഞു മുഹമ്മദിന് ഈ കേസിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് വിളിച്ചു വരുത്തിയിരുന്നു. അദ്ദേഹം ഇപ്പോഴും സ്റ്റേഷനിൽ തുടരുന്നുണ്ട്. പക്ഷേ കസ്റ്റഡിയിലെടുത്ത കുഞ്ഞു മുഹമ്മദിന് കേസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രതി വിനീഷിന് മറ്റ് ജോലികളൊന്നുമില്ല. മുൻപ് ഈ മേഖലയിൽ ഓട്ടോ ഓടിച്ചിരുന്നു, പക്ഷേ ഇപ്പോൾ മറ്റ് ജോലിക്കൊന്നും പോകുന്നില്ല എന്നാണ് പറയുന്നത്. ഈ പന്നി ഇറച്ചി, കാട്ടുപന്നി ഇറച്ചിയുടെ കച്ചവടം പോലും ഇയാൾക്കുണ്ട് എന്നാണ് പോലീസിന് ഇതിനകം തന്നെ വിവരം ലഭിച്ചിട്ടുള്ളത്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ പറയുന്നില്ല. പോലീസ് ഇപ്പോൾ വിനീഷ മാത്രമാണ് എന്നാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. എന്തായാലും വൈദ്യപരിശോധന പ്രാഥമികമായി വഴിക്കടവ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങൾ രേഖപ്പെടുത്തി. ഇനി പെട്ടെന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങളിലേക്കാണ് കടക്കുക. നമ്മൾ മലപ്പുറം SP-യുടെ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ ഔദ്യോഗികമായി, ഇത്രയധികം രാഷ്ട്രീയ വിഷയമായതാണ്. ഏറ്റവും പ്രധാനമായും പറയേണ്ടത് പ്രതിയുടെ CDR പരിശോധിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അനുജ, ശരി. പന്നിക്കടയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചതിലാണ് വിനീഷ് മാത്രമാണ് പ്രതി എന്ന് പോലീസ് പറയുന്നത്. മറ്റൊരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. എന്നാൽ അയാൾക്കിതിൽ പങ്കില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തന്റെ പറമ്പിലെത്തുന്ന പന്നികളെ വേട്ടയാടുകയായിരുന്നു വിനീഷിന്റെ ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പം ഏറ്റവും ഒടുവിലായി CPIM ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇയാളുടെ ഫോൺ കോൾ വിശദാംശങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളതാണ്. അതിലേക്ക് പോലീസ് കടക്കും എന്ന വിവരം കൂടി ശ്രീജിത്ത് ഇപ്പോൾ നൽകുന്നുണ്ട്.